ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി ആരംഭിച്ചു. 3-ാം തീയതി മുതലായിരുന്നു നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയത്. അപ്പം 7-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇവിടെ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഏതാണോ അത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ 3 ഡിസ്ട്രിക്ട് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ആണെങ്കിൽ നിങ്ങൾ ആദ്യം തിരുവനന്തപുരം സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അത് കൊടുക്കുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ശേഷം അടുത്ത ഡിസ്ട്രിക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അടുത്ത ഇനി 3-ാമത്തെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ വീണ്ടും ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് 3 ഡിസ്ട്രിക്ട് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ഡിസ്ട്രിക്ട് കൂടാതെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടുക്കി, വയനാട് ഈ 2 ജില്ല കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അടുത്ത ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ സ്ലിപ്പ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. അപ്പം പ്രിൻ്റ് സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു സ്ലിപ്പ് കൂടെ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളുടെ റാങ്ക്, പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, പുതിയ റാങ്ക് ആണോ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് റാങ്ക് ചെക്ക് ചെയ്യേണ്ടത്, എൻ്റെ റാങ്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. ചിലപ്പോൾ പല അലോട്ട്മെൻറ്റിലും വന്നിട്ടില്ലാത്ത കുട്ടികളുണ്ടാവും, അവർക്ക് റാങ്ക് എങ്ങനെ ചെക്ക് ചെയ്യുന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് വേക്കൻസി പൊസിഷൻ ആണ്. അപ്പോൾ ഓരോ കോളേജിലും ഓരോ കോഴ്സിനുമുള്ള വേക്കൻസീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാം. ആദ്യം നിങ്ങൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. തിരുവനന്തപുരം സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ കോഴ്സിനും എത്ര സീറ്റ് വെച്ചിട്ട് ഉണ്ടെന്ന് കാണാം. അതായത് ഓരോ കാറ്റഗറിക്കും അവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട്. ആ ഓരോ കോട്ടയിലും എത്ര സീറ്റ് വെച്ചുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വേക്കൻസി വെച്ചിട്ട് നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു വേക്കൻസീസ് മസ്റ്റായിട്ട് നോക്കുക. ഏതൊക്കെ കോളേജുകൾ വേക്കൻസീസ് ഉണ്ടോ ആ കോളേജുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേക്കൻസി വെച്ചിട്ട് കൂടുതൽ വേക്കൻസീസ് ഉള്ള കോളേജുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഓപ്ഷൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ സ്പോട്ട് അഡ്മിഷന് പോകുമ്പോൾ ഡേറ്റ് അറിയുന്നത് അല്ലെങ്കിൽ സമയം അറിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും. നമ്മളത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൂടെ വരും. അപ്പോൾ അതിനകത്ത് ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെയുള്ളവർക്ക് ഇന്ന ടൈമിൽ എന്നും പറഞ്ഞ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആ ഒരു ടൈമിന് മുന്നേ ആയിട്ട് തന്നെ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ എത്തിച്ചേരുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റാങ്കിന്റെ ബേസിലാണ് നിങ്ങളെ അഡ്മിഷന് വിളിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അവിടെ ഇല്ല എങ്കിൽ അടുത്ത റാങ്കിലുള്ളവരെ ആയിരിക്കും വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെന്നാലും നിങ്ങളെ കൺസിഡർ ചെയ്യുകയില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ അവിടെ എത്തിയിട്ടുള്ള അത്രയും വിദ്യാർത്ഥികളുടെ റാങ്കും അതുപോലെ കോട്ട, അതായത് ഇപ്പം റിസർവേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു റിസർവേഷനൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഏത് കോട്ടയിലാണോ നിങ്ങളുള്ളത്, ഇപ്പോൾ റിസർവേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ റിസർവേഷനൂടെ കൺസിഡർ ചെയ്തിട്ട് ഏത് കോളേജിലാണോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് അത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി റിസർവേഷനൊന്നും ഇല്ലാത്ത വിഭാഗമാണെങ്കിൽ നിങ്ങളുടെ റാങ്കിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഏത് കോളേജ് അല്ലെങ്കിൽ കോഴ്സാണോ കിട്ടാൻ സാധ്യതയുള്ളത് ആ ഒരു കോളേജ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണിക്കും. അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അവർക്ക് താല്പര്യമുള്ള കോളേജ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. കോഴ്സ് പക്ഷേ അവർ ഉദ്ദേശിച്ച കോഴ്സ് ആവില്ല കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നല്ലൊരു ചാൻസ് ആണ്. നിങ്ങൾ നോക്കുക ആ ഒരു കോളേജിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിന് സീറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഒരു കോഴ്സിലേക്ക് മാറ്റി കിട്ടുന്നതാണ് അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തിരിച്ചും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടി കോളേജ് താല്പര്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ ആ കോളേജിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മാറ്റി കിട്ടുന്നതുമാണ്.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ് സ്പോട്ട് അഡ്മിഷനിൽ. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. കാരണം 10th ബേസിലാണ് ഈ ഒരു ഡിപ്ലോമ കോഴ്സ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് SSLC സർട്ടിഫിക്കറ്റ്. ഈ THSLCയോ VHSC ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ വേണ്ടത് SC ST വിഭാഗക്കാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ OBC ആണെങ്കിൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇനി PWD വിഭാഗം ആണെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അവരുടെ മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള ആ ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. EWS കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് TCയും CCയും ആണ്. അവസാനം പഠിച്ച സ്കൂളിൽ നിന്നുള്ള TC അല്ലെങ്കിൽ കോളേജ് ആണെങ്കിൽ കോളേജിൽ നിന്നുള്ള TC. പിന്നെ വേണ്ടത് CC. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തിൻ്റെയും ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. ഇനിയും പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, അവർ ഒരു കോളേജിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അല്ലെ ഡിഗ്രി പോലെയൊക്കെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തതാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ TCയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ഒന്നും ആ ഒരു കോളേജിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പി കൊണ്ടുപോവുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പി കൊണ്ടുപോവുക. അതുപോലെ നിങ്ങളുടെ അഡ്മിഷൻ സ്ലിപ്പ്. പിന്നെ ഇപ്പം ഏതെങ്കിലും പോളിടെക്നിക്കിൽ തന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ, ഓക്കെ, ഫീസ് എല്ലാം അടച്ച് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ആ ഒരു ഫീ റെസിപ്റ്റ് കൂടെ നിങ്ങൾ കയ്യിൽ കരുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ കോളേജ് ലഭിച്ചു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് കോളേജാണോ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിരുന്നത്, ഇപ്പോൾ ഡിഗ്രിക്കായാലും മറ്റൊരു പോളിടെക്നിക് കോളേജിലായാലും നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും സർട്ടിഫിക്കറ്റുകളും TCയും CCയും ഒക്കെ വാങ്ങിയിട്ട് പുതിയതായിട്ട് ഏത് കോളേജിൽ ലഭിക്കുന്നോ ആ കോളേജിൽ നിങ്ങൾ ചേർന്നാൽ മതി. ഓക്കെ, ഇനി ഫീ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ശേഷം പ്രോസ്പെക്ടസിലെ 25ാമത്തെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക് കോളേജിൽ എത്ര ഫീസാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ IHRD സെൽഫ് ഫിനാൻസ് IHRD കോളേജുകളിൽ എത്രയാണ്, അതുപോലെ കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കേപ്പ് കോളേജുകളിൽ എത്രയാണ്, അതിനുശേഷം പിന്നെ സെൽഫ് ഫിനാൻസ് പോളിടെക്നിക് കോളേജുകളിൽ എത്രയാണ്. അപ്പോൾ ആ ഒരു ഫീ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഫീസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് അടുത്ത് വരും, കോഷൻ ഡിപ്പോസിറ്റ് കൂടാതെ. 1000 രൂപ കോഷൻ ഡിപ്പോസിറ്റും ഉണ്ട്, അതുകൂടാതെ ഒരു 3000 രൂപയ്ക്ക് ഉള്ളിലായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഫീസും കൂടെ നിങ്ങൾ കരുതിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂള് വെബ്സൈറ്റിൽ വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക്